നമസ്കാരം, തുമ്പി കിച്ചണിലേക്ക് സ്വാഗതം. രാത്രി നല്ലൊരു രാത്രി നേരുന്നു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ മൊബൈലിൽ പൈസ തീർന്നു പോയി. അത് മാത്രമല്ല, ഞാൻ കൂടുതലും വീഡിയോകൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് ഞാൻ എല്ലാം കറികളൊക്കെ വെച്ചതാണ്, നിങ്ങളെ പാകം ചെയ്തതാണ്, പാകപ്പെടുത്തിയതാണ് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളത്. അല്ലാതെ കറി വെക്കുന്ന രീതിയിലൊക്കെ നേരത്തെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റാൻഡോ കാര്യങ്ങളോ അങ്ങനെയുള്ള മൈക്കോ അതൊന്നും ഞങ്ങൾക്കില്ല. ഒരാൾ മൊബൈൽ പിടിച്ച് തന്നിട്ട് ഞാനതങ്ങനെ കറികൾ വെക്കുന്നതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പം മോളങ്ങ് സ്കൂളിൽ പോകുമ്പം അത് പറ്റാതെ വരും. അതുകൊണ്ട് അപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് ഞാനിങ്ങനെ പാകപ്പെടുത്തിയിട്ട് ഞാനതെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് 2-3 പേരൊരു അഭിപ്രായം ചോദിച്ച്, വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇത് കാണുന്നവരുണ്ട് യൂട്യൂബ്. അപ്പോൾ അവർ കണ്ടിട്ട് ചോദിച്ച്, ചേച്ചി എപ്പോഴും കറികൾ വെച്ചേക്കുന്നതാണല്ലോ കാണിക്കുന്നത്, അത് പാകപ്പെടുത്തുന്ന എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് വരാൽ കിട്ടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന്. ഇന്നലെ കുറേ വരാലുണ്ടായിരുന്നു, കിട്ടി. അപ്പം അത് ഓരോരുത്തരൊക്കെ പണ്ടൊക്കെ വരാൽ ചാരമൊക്കെ പുരട്ടിയില്ലേ. പക്ഷേ എനിക്ക് അങ്ങനെ ഇതിനല്ലാതെ അതിനകത്ത് നമ്മൾ എത്ര കഴിയാലും ചാരത്തിൻ്റെ അഴുക്ക് പോകത്തില്ല. ഞാൻ പേപ്പർ വെച്ച് തുടച്ചിട്ട് ന്യൂസ് പേപ്പർ പിടിച്ചാണ് ഞാൻ ഈ വരാൽ വിരിയുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഞാനിത് മുളക് കറി ഇട്ട് വെക്കുന്നത്. ഈ മുളക് കറി ഇട്ട് വെക്കുമ്പം പലരും മുളക് കറിയൊക്കെ ഇട്ട് വെക്കുമ്പോഴേ കൂടുതൽ ഓരോരുത്തർ ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെയൊക്കെ സവാള അല്ല കൊച്ചുള്ളിയൊക്കെ വരട്ടി സവാള വരട്ടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചേർത്ത മുളക് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ പണ്ടൊക്കെ ഉള്ള എൻ്റെ അച്ചാമ്മയും അമ്മയൊക്കെ ഈ വയലുമീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ വരാലൊക്കെ കറി വെക്കുമ്പം ചെയ്യുന്നത്, അവർ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഈ പുളി, പച്ചമുളക് പോലും ഇടത്തില്ല. കുരുമുളകിൽ മാത്രമാണ് അവർ ഈ വയലുമീൻ വെച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ആ രീതിയിലുള്ള, എന്നാലും ഞാൻ ആ രീതി ചെയ്ത് തരാനായിട്ടാണ് ഞാൻ എടുത്തത്. അന്നേരം 2 പച്ചമുളക്, കുറച്ച് 2-3 കൊച്ചുള്ളി ഞാൻ എടുത്ത്. ചിലപ്പം അവിടെ എല്ലാവർക്കും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഈ നമ്മുടെ കുരുമുളക് പൊടി മാത്രം വെച്ചിട്ടാണ് ഞങ്ങൾ വരാൽ മുളകിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ അന്നേരം ഇനി കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ എന്തായാലും പാചകത്തിലോട്ട് പോവുകയാണ്. എത്തിക്കുക. മറ്റേ അടുപ്പേ വെച്ചു, ഞാൻ തീ കത്തിച്ചു. അപ്പം ഞാൻ ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ എണ്ണ ഒഴിച്ചു. അത് എണ്ണ ഇനി അപ്പം ഞാൻ എണ്ണ ചൂടാവാനായിട്ട് ഞാൻ ആ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചു. ഇനി നിങ്ങൾ ഒരേ ഐറ്റങ്ങൾ ഞാൻ കാണിക്കുകയാണ്. ഇത് ഞാൻ ഈ വലിയ എരിയില്ല, 2.5 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാനൊരു 1/4 ടീസ്പൂണിൻ്റെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടിയാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് ഈ വയലുമീനൊക്കെ കറി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിൽ പൊടിച്ച കുരുമുളക് ആണ് ഏറ്റവും നല്ലത് ഈ കറി വെക്കാൻ. പക്ഷേ നമുക്ക് വീട്ടിൽ പൊടിച്ചതില്ല, തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ നമുക്ക് ഉലുവാപ്പൊടി, നമ്മൾ 10 ഉലുവ പൊടി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഉലുവ പൊടി ഇടുന്നതിനേക്കാളും ഉലുവ ഇങ്ങനെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ സെപ്പറേറ്റായിട്ട് ഇത് രണ്ടും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പച്ചമുളക്, ഈ ഉള്ളി, പിന്നെ അത് ഞാൻ എടുത്ത് ഇവിടെ ഉള്ള വെറുത്ത് വയ്ക്കുമ്പോൾ അത് വേണം, അതുകൊണ്ട് അത് എടുത്തതാണ്. പക്ഷേ ഞങ്ങൾ ഇത്ര ഐറ്റങ്ങൾ മാത്രമേ ഈ പുളിയും ചേർത്ത് ഇത്ര ഐറ്റം ചേർത്ത് ഞങ്ങൾ വെക്കാറുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ വരാൽ അങ്ങനെയാണ് വെച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ കൂടുതൽ ഇനി കാര്യത്തിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ അന്നേരം ഇത് ഞാൻ ചെയ്യുകയാണ്. ഞാൻ കുറച്ച് എനിക്ക് മീൻകറിക്ക് കടുക് പൊട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നാലും നമ്മളെ വീട്ടിലുള്ളവരെ മാനിച്ചുകൊണ്ട് ഞാനിത് കടുകിടുകയാണ്. പക്ഷേ ഞാനൊരു മീൻകറിക്ക് ഞാനങ്ങനെ കടുകിടാറില്ല. അപ്പം ഞാൻ ഇതെടുത്തു. ഒട്ടും എരിയില്ല ഈ പച്ചമുളകിന്.
ഈ പച്ചമുളകിന് ഒട്ടും എരിയില്ല. കണ്ട് ഈ പച്ചമുളക് കടുക് അടുപ്പിലോട്ട് എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ഇടിയാണ്. പച്ചമുളക് ഇട്ട് ആവശ്യമില്ല, എന്നാലും ഇവിടെ ഇത് വെക്കുമ്പോൾ ഇവർക്കിത് വേണം. ഞാനിങ്ങനെ എലിമീൻ വെക്കാറാകുമ്പോൾ ഞാൻ ഇതിങ്ങനെ എടുക്കത്തില്ല. 2-3 കൊച്ചുള്ളി ചതച്ചതാണ്. കൊച്ചുള്ളി ചതച്ചത്. ഇത് രണ്ടിൻ്റെ ആവശ്യം വരാൽ വെക്കുന്നതിനില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിന് ഗുണം ആവണമെങ്കിൽ നമ്മൾ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മീനിൻ്റെ ഗുണം അത് പോവുകയാണ്. നമ്മൾ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, ഈ കുരുമുളക് പൊടിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആറ്റുമീനായാലും വയൽ മീനായാലും കുളത്തിലെ മീനൊക്കെ നമ്മൾ ഈ വയൽ ചെളിന്നൊക്കെ ഈ വരാൽ ചെളിക്കകത്തുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. യൂട്യൂബിലും കണ്ടിട്ടുണ്ട്, അല്ലാതെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ എടുക്കാറില്ല. ഞങ്ങൾ ഈ കുരുമുളക് മാത്രമാണ് ഇത് വറ്റിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനായിട്ട് മാത്രമുള്ള ഒരു ദിവസം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഇവിടെ അവരുടെ ചാച്ചനും മോക്കും ഈ പച്ചമുളകും കൊച്ചുള്ളി ഇടണം. അതിൻ്റെ പേരിൽ ഞാൻ ഇട്ടതാണ്. അപ്പം ഞാൻ 10 ഉലുവ. ഞാൻ കൂടുതൽ ഉലുവ പൊടി ചേർക്കാറില്ല. ഞാൻ കുറച്ച് ഉലുവയാണ് ഞാൻ എടുത്തത്. കണ്ടോ അത് ഉലുവ ചേർത്തത്. നമ്മളൊക്കെ ഓരോ സത്യം പറഞ്ഞാൽ നമ്മൾ ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ വയൽമീൻ നമ്മളെവിടെ കണ്ടാലും അത് വാങ്ങിച്ച് കഴിക്കണം. കൂട്ടാത്തവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഈ വരാലെന്ന് പറഞ്ഞ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മീനാണത്. അത് ആരും ചിലർക്കൊക്കെ അതിൻ്റെ പുറവും അതിൻ്റെ രീതിയും കാണുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും എവിടെ കണ്ടാലും കൂട്ടാത്തവർ ഇനിയെങ്കിലും കൂട്ടി നോക്കണം. അപ്പം ഞാൻ രണ്ട് തണ്ട് കരിയാപ്പില, രണ്ട് തണ്ട് കരിയാപ്പില അത് ഞാൻ അങ്ങോട്ട് ഇടിയാണ്. കരിയാപ്പില ഇട്ടു. മുളക് പൊടി 2 സ്പൂൺ 2.5 സ്പൂൺ മുളക് പൊടി എടുത്തത്. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇനിയാണ് നമ്മുടെ ഐറ്റം നമ്മൾ ചേർക്കാനുള്ളത്. കുരുമുളക് പൊടിയാണ് ഇത്. ഈ കുരുമുളക് പൊടിയോടെ എനിക്ക് അത്ര ഒരു ഇതില്ല, എന്നാലും ഉള്ളതല്ലേ ഇടാൻ പറ്റും. കുരുമുളക് പൊടി ഞാൻ ഇച്ചിരി ഏറെ ഇട്ടുണ്ട്. ഈ കുരുമുളക് പൊടിയിലാണ് ഈ കറിയുടെ നമ്മൾ ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള ഇത് കൊണ്ടുവരുന്ന. പിന്നെ വെള്ളം, ചൂടുവെള്ളം. ചൂടുവെള്ളം കുറച്ച് വെള്ളമുള്ള ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ചൂടുവെള്ളം. തിളപ്പിച്ച വെള്ളമാണ്. വലുതായിട്ടുള്ള ഞാൻ കുറച്ച് വെള്ളം കെറ്റിനകത്ത് ഈ മീനിന് വേണ്ടുള്ള വെള്ളം മാത്രമേ ഞാൻ കെറ്റിനകത്ത് വെച്ച് തിളപ്പിച്ചുള്ളൂ. അപ്പം ഇനി വേണ്ടുള്ളത് പിഴുപുളിയാണ്. പിഴുപുളിയാണ്. ഈ പിഴുപുളി ഇത്രേൻ്റെ ആവശ്യമില്ല. ഇത് ഒരുപാടായിപ്പോയി. മോളങ്ങ് അധികം എടുത്തിട്ട് അത്രേൻ്റെ ആവശ്യമില്ല. എന്നാലും നമുക്ക് ആവശ്യത്തിന് ഉള്ള പുളിവെള്ളം മതി. ആവശ്യത്തിനുള്ള പുളിവെള്ളം മതി. ഒരുപാട് പുളിവെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ. പാകത്തിന് ഉപ്പെന്ന് പറയുമ്പോൾ എനിക്ക് ഈ സ്പൂൺ കൊണ്ടുള്ള അളവ് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ കൈ കണക്ക് എനിക്ക് കൈയാണ്. ഞാൻ കൈ കൊണ്ട് വാരിയാണ് ഇടുന്നത്. എനിക്ക് അങ്ങനെ സ്പൂൺ കൊണ്ട് അളന്നിടാനുള്ള അങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഉപ്പിടും. അത് എൻ്റെ പാകത്തിനുള്ള ഉപ്പായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പം നമുക്ക് ഇനി ഞാനിത് കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന
വരാൽ കാണിച്ചു തരാം. വേണ്ടേ, ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തുള്ളൂ. എന്ന് വെച്ചാൽ ഓന ഉണ്ടായിരുന്നു. ഇന്നലെ കുറച്ചെടുത്ത് വറുത്തു, ഇന്ന് ഞാൻ കുറച്ചെടുത്തു. ബാക്കി ഇനി ഇരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഇപ്പം രാത്രിത്തേക്ക് ഇത് മതിയല്ലോ. അപ്പം വേണ്ടേ, വരാൽ ഞാൻ ചാരം പുരട്ടിയല്ല ഞാനിത് വൃത്തിയാക്കിയിരിക്കുന്നത്. ഞാൻ ന്യൂസ് പേപ്പർ വെച്ച് തുടച്ചിട്ട് ആ ന്യൂസ് പേപ്പർ വെച്ചാണ് ഞാൻ ഈ വയലിമീൻ വെട്ടിയെടുക്കുന്നത്. വയലിമീൻ എന്ന് പറഞ്ഞാൽ ഇരിയുന്ന മീനെല്ലാം ഞാൻ അങ്ങനെ വെട്ടിയെടുക്കുന്നത്. ഈ വരാലിനൊക്കെ ഒരുമാതിരി തെറ്റലുണ്ടല്ലോ, അത് ഭയങ്കര. ചാരം വെച്ച് നമ്മൾ അങ്ങനെ തേച്ചിട്ട് നമ്മൾ ആ മീൻ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ എത്ര കഴിയാലും ആ ചാരം ആ മീൻ കഷ്ണത്തിന് പോകത്തില്ലാണ്ട് അങ്ങനെ. ഇപ്പം ഞാൻ മീൻ നല്ല തിളച്ച കറിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തിളച്ച കറിയിലോട്ട് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ഇതാണ്. പക്ഷെ നമ്മൾ ഈ ഓരോരുത്തർ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കും. കാരണം അത് കൊള്ളാതിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഇതുവരെ അങ്ങനെ ഞാൻ കറി വെച്ച് കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ഉള്ളി ഇതിനകത്തിട്ട് ഇവിടെ മൂക്ക് അപ്പനൊക്കെ കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ ഇടണം. അതിൻ്റെ പേരിൽ ഞാൻ ഇട്ടതാണ്. അപ്പം ഇനി നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്തു. ഇനി നമുക്കിതൊന്ന്, ഇതിൻ്റെ തലയാണിത്. ഇത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. ചിലരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തല കാണുമ്പോൾ പറയേ എന്തോ പോലെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇതോ ആയാലും നമ്മൾ നെടുമീൻ എന്ന് പറയുന്നൊരു മീനുണ്ട്. ആ മീൻ നമ്മൾ ചേരയുടെ കൂട്ടതിരിക്കുക. അത് കണ്ടാൽ നമുക്ക് മേല് പരിപ്പതിൻ്റെ തൊലിയൊക്കെ കാണുമ്പോൾ. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ പലപ്പോഴും ഒരു കൊച്ച് പോയി മീൻ പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെ ഇന്ന് ആഹാരം ഉണ്ടാക്കി മീൻ പാകം ചെയ്ത് കണ്ടിട്ടില്ലേ? അത് ആ കുഞ്ഞ് പറയുന്ന വില്ലൻ ചുമയ്ക്കും ശ്വാസം മുട്ടലിനും ഒക്കെ നല്ലത്. ആ മീനിൻ്റെ തൊലി ആരും എടുത്ത് കളയാറില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെച്ച് ഉപ്പ് ഇട്ട് ഇനി നമുക്ക് അടച്ച് വെക്കാം. കരിയാപ്പില ഈ രണ്ട് കരിയാപ്പിലയും കൂടി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി വേവാനായിട്ട് എടുത്ത് വെച്ച് ഇപ്പം കണ്ട വരാൽ കറി അടിപൊളിയായിരിക്കുന്നു. കണ്ട നല്ലോണം കുറുകി പറ്റി നല്ല ഇതിലും കൂടെ ഇച്ചിരി കൂടെ ചട്ടി മരിച്ച് നല്ല ചട്ടി പറ്റി എടുക്കാമെങ്കിൽ അത് പറ്റിച്ചങ്ങ് എടുക്കാമെങ്കിൽ അത് നല്ലതാണ്. അപ്പം അന്നേരം നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ ഈ അടപ്പ് തുറന്നപ്പം എന്ത് നല്ല മണമാണെന്നറിയാമോ. നമ്മൾ ഇങ്ങനെ ചെയ്യാവൂ. കാരണം നമുക്ക് എപ്പോഴായാലും നമുക്കൊരു ആറ്റുമീനോ പ്രത്യേകിച്ചും ഈ വരാലെന്നൊക്കെ പറയുന്നത് ചെലിക്കകത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ആ സൈസ് മീൻ കൊണ്ടുവന്ന് നമ്മൾ കറി വയ്ക്കാൻ നേരത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ ഇങ്ങനെയൊന്നും ഇഞ്ചിയും വെളുത്തുള്ളി നല്ലത് കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളി ഏത് കറിക്കാലും ചേർക്കേണ്ടുള്ളതിന് ചേർത്താലേ ആ കറിക്ക് അതിൻ്റെ ഗുണം കാണത്തുള്ളൂ. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാവും. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഈ കറിയുടെ മെയിൻ ഇത്. അപ്പം ഇതിങ്ങനെ വെച്ചെടുക്കാവൂ നിങ്ങൾ. ഇപ്പം തന്നെ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഈ അടപ്പ് തുറന്നപ്പോൾ നല്ല ഒരു മണമാണ്. എപ്പോഴാണ് തവിയും സ്പൂണൊന്നും ഇട്ട് ഇളക്കരുത്. ഇങ്ങനെ നമ്മൾ കറക്കി കൊടുക്കുകയേ ചെയ്യാവൂ. എന്നിട്ട് ഇത് നമ്മൾ ഇപ്പം കൂട്ടിയ കൊള്ളാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വെച്ചിരുന്നിട്ട് രാവിലെ കൂട്ടണം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അധികമൊന്നും ആരും ഞങ്ങളുടെ വീഡിയോ ഒന്നും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമോ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് ലൈക്കുണ്ടെന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം. ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാൻ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോഴും നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം.